A+2 സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പ് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മുൻഗണനാ റേഷൻ കാർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന് യോഗ്യരായവർക്കും ഇപ്പോൾ അതിന് അപേക്ഷ നൽകാൻ അവസരമുണ്ട്. നിലവിൽ പൊതുവിഭാഗത്തിലെ വെള്ള നീല റേഷൻ കാർഡുകൾ കൈവശമുള്ളവരാണ് പുതിയ പിങ്ക് റേഷൻ കാർഡായ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിന് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 10 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി ഇതിന് അപേക്ഷ നൽകാം. ഇതിന് വേണ്ടതായ ഏതൊക്കെ രേഖകളാണ് നിങ്ങൾ നൽകേണ്ടത്, ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ള വിവരമാണ് ഈ എപ്പിസോഡിൽ ഇനി വിവരിക്കുന്നത്. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഇത് നൽകാം. അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടലായ citizen.civilsupplieskerala.gov.in എന്ന പോർട്ടൽ വഴിയും നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഈ ഓൺലൈൻ പോർട്ടൽ വിവരം ഡിസ്ക്രിപ്ഷനിലും ചേർത്തിട്ടുണ്ട്. സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയതിനു ശേഷം അതിൽ സ്വന്തം നിലയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയാണ് ചെയ്യാനുള്ളത്. എന്താണ് ഈ BPL കാർഡിൻ്റെ ഗുണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സർക്കാരിൻ്റെ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഭക്ഷ്യവിഭവങ്ങളായ ഗോതമ്പ്, അരി, അതുപോലെ പഞ്ചസാര, മണ്ണെണ്ണ തുടങ്ങിയവ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആയി അഡീഷണലായി നിങ്ങൾക്ക് അതിൻ്റെ അളവിൽ ലഭിക്കും. നിങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ തെളിവായി റേഷൻ കാർഡ് നൽകാം. അത് BPL കാർഡല്ല, ഏത് കാർഡായാലും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ ഈ BPL റേഷൻ കാർഡ് അഥവാ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രധാനമായും സർക്കാർ സബ്സിഡി ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് പലപ്പോഴും BPL കാർഡാണ് യോഗ്യതയായി കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് അർഹതയുള്ളവർ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തി നിങ്ങൾ അതിലേക്ക് അപേക്ഷ നൽകേണ്ടതാണ്. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് പരിഗണിക്കുന്നതിന് നിലവിൽ നിരവധി ആളുകൾ അപേക്ഷ നൽകി കാത്തിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പുതിയതായിട്ട് നൽകണമെന്നില്ല. പക്ഷേ പഴയ പൊതുവിഭാഗത്തിലെ വെള്ള നീല റേഷൻ കാർഡുകൾ കൈവശം ഉള്ളവർ ഇനിയും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷ നൽകുകയാണ് വേണ്ടത്. പക്ഷേ ഇതിന് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്ക് അർഹതയില്ല, ആദായ നികുതി നൽകുന്നവർക്ക് അർഹതയില്ല, സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്ക് അർഹതയില്ല, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വീടുകളുള്ള ഉടമകൾക്ക് ഇതിന് യോഗ്യതയുണ്ടാവില്ല, 4 അധികമോ ചക്രവാഹനം അതായത് സ്വയം ഓടിക്കുന്ന ഒരു ടാക്സി ഒഴിച്ചുള്ള ഉടമകൾക്ക് ഇതിന് അർഹതയുണ്ടാവില്ല, പ്രൊഫഷണൽസായ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT, നഴ്സ്, CA ജോലികൾ ചെയ്യുന്നവർക്ക് യോഗ്യത ഉണ്ടാവില്ല. മറ്റൊന്ന്, കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങൾക്കും ഇതിന് അർഹതയുണ്ടാവില്ല. എന്നാൽ ST വിഭാഗത്തിന് ഈ മാനദണ്ഡത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 25,000 രൂപ പ്രതിമാസ വരുമാനം ഉള്ളവർക്കും ഈ BPL കാർഡിന് അർഹത ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക. മേൽപ്പറഞ്ഞ അയോഗ്യതകൾ ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നും താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് മാർക്ക് അടിസ്ഥാനമില്ലാതെ മുൻഗണനാ അർഹത നൽകും. ആശ്രയ പദ്ധതിയിൽപ്പെട്ടവർ, ആദിവാസികൾ, ക്യാൻസർ, ഡയാലിസ്, അവയവമാറ്റം, HIV, വികലാംഗർ, ഓട്ടിസം, ലെപ്രസി, 100% തളർച്ച രോഗികൾ, നിരാലംബയായ സ്ത്രീ അഥവാ വിധവ, അവിവാഹിത, ഡിവേഴ്സ്ഡ് വുമൺ, കുടുംബനാഥ ആണെങ്കിൽ. എന്നാൽ ഇത്തരം കേസിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർ കാർഡിൽ ഉണ്ടായിരിക്കാനും പാടില്ല. ഇത്രയും ആളുകൾക്ക് ഇതിന് കൂടുതൽ പ്രിയോറിറ്റി ഉണ്ടാകും എന്നാണ് നിങ്ങളെ അറിയിച്ചത്. ഇനി മറ്റ് മാർക്ക് ഘടകങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഇത് സംബന്ധിച്ചിട്ടുള്ള മുൻഗണനാ ലിസ്റ്റിൽ യോഗ്യതയുള്ളവർക്ക് കൂടുതൽ മാർക്ക് നൽകിയാണ് ഈ കാർഡിനുള്ള അർഹത നിശ്ചയിക്കുക.
ഇതിലേക്ക് വേണ്ട മറ്റ് കാര്യങ്ങൾ അറിയേണ്ടത് ഈ കൂടുതൽ മാർക്ക് അനുവദിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ്. ഹൃദ്രോഗികൾ, മുതിർന്ന പൗരന്മാർ, തൊഴിൽ, പട്ടികജാതി, വീട് സ്ഥലം ഇല്ലാത്തവർ, വീടിൻ്റെ അവസ്ഥ, സർക്കാർ ഭവന പദ്ധതിയിലെ അംഗം, വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് എന്നിവ ഇല്ലാത്തവർ എന്നിവർക്കൊക്കെ ഈ മാർക്കിൽ കൂടുതൽ പ്രിയോറിറ്റി നൽകി അവർക്ക് വേഗം തന്നെ മുൻഗണനാ ലിസ്റ്റിലേക്ക് വരും, മുൻഗണനാ റേഷൻ കാർഡ് ലിസ്റ്റിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിൻ്റേതായ രേഖകൾ നൽകാനുണ്ട്. ഉദാഹരണം, 2009 BPL സർവേ പട്ടികയിലെ അംഗമാണെങ്കിൽ അഥവാ BPL കാർഡിന് അർഹനാണ് എന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുടെ സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം, ഹൃദ്രോഗമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മുതിർന്ന പൗരന്മാരാണെങ്കിൽ നിങ്ങളെ ഏജ് തെളിയിക്കുന്ന രേഖ, നിങ്ങളുടെ തൊഴിലില്ലാത്ത ആളാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ, പട്ടികജാതിയാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ എന്നിവ വേണം. വീടോ സ്ഥലം ഇല്ലാത്തവർക്കും മുൻഗണനയുണ്ട്, പക്ഷേ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ആവശ്യമാണ്. വീടിൻ്റെ അവസ്ഥ പരിതാപകരമാണെങ്കിൽ അത് കാണിച്ചു കൊണ്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ആവശ്യമാണ്. സർക്കാർ ഭവന പദ്ധതിയിൽപ്പെട്ട അംഗങ്ങളാണ് ഈ കുടുംബത്തിൽ ഉള്ളതെങ്കിൽ അവർക്കും മുൻഗണനാ വിഭാഗത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കും. അതായത് ലക്ഷം വീടിലോ IAOI, ലൈഫ് മിഷൻ തുടങ്ങിയതിൽപ്പെട്ടവർക്ക് ഈ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് കൂടുതൽ അർഹത ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം ആവശ്യമായ രേഖകൾ കൂടി നിങ്ങൾ സമർപ്പിക്കണം എന്ന് ഓർത്തിരിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഈ ആശ്രയ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം ആവശ്യമാണ്. ഗുരുതര രോഗങ്ങളാണെങ്കിൽ അഥവാ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാണെങ്കിൽ ചികിത്സയുടെ പകർപ്പുകൾ, പട്ടികജാതി വർഗമാണെങ്കിൽ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് രേഖകളുണ്ടെങ്കിൽ അത് നൽകിയാൽ മതിയാവും. വിധവ നായിക ആണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും നിലവിലെ പെൻഷൻ രേഖകൾ തുടങ്ങിയവയും നിങ്ങൾ നൽകേണ്ടി വരും. വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്തവർ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത ഭവനരഹിത സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കാനുള്ളത്. BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹത ഉള്ളവർ ഗ്രാമ, ബ്ലോക്ക്, പഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകുന്ന അവരുടെ സാക്ഷ്യപത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഭവന പദ്ധതിയിൽപ്പെട്ട ആളാണെങ്കിൽ ആ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രവും നിങ്ങൾ ഹാജരാക്കണം എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഡിസംബർ 10 വരെ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, സ്വന്തമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സിറ്റിസൺ ലോഗിൻ പോർട്ടലായ e-citizen.civilsupplieskerala.gov.in എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകാനുള്ളത്. സ്വന്തം നിലയിൽ ചെയ്യാൻ അറിയാത്തവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഉചിതം. ഓർക്കുക, ഒരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നന്ദി.